Hi friends, welcome to the coffee mug. ഞാൻ ലിഷ. ഇന്നൊരു കോക്കനട്ട് ബട്ടർ കുക്കി ഉണ്ടാക്കിയാലോ. മുട്ടയൊന്നും ചേർക്കാതെ ഓവൻ ഉപയോഗിക്കാതെ ആർക്കും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് സോഫ്റ്റായ അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിൽ ആയ ബട്ടറാണിത്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു നല്ല ക്രീം പരുവത്തിൽ കിട്ടണം. ഇനി ഇതിലേക്ക് മൈദ അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഈ കുക്കിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1/2 കപ്പും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായി ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇപ്പം മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ തേങ്ങ ചിരകിയത് ഒരു ചീനച്ചട്ടിയിലിട്ട് കളർ മാറാതെ അതിൽ ജലാംശമൊക്കെ വറ്റുന്നവരെ വറുത്തെടുത്താൽ മതി. അവസാനമായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കീസിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുൻപ് ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു പഴയ അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് കുക്കീസ് ഷേപ്പ് ചെയ്തെടുക്കാം. ഉരുളിയായി ഉരുട്ടിയതിന് ശേഷം ഒന്ന് അമർത്തി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഈ മിക്സിൽ നിന്ന് ഏകദേശം 12 കുക്കീസോളം ലഭിക്കും. ഇനി ഇത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതിനു വേണ്ടി ഏതെങ്കിലും പരന്ന പാത്രത്തിൽ എണ്ണയോ ബട്ടറോ തൂത്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ചാൽ മതി. കുക്കീസ് അടുക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ട് വേണം അടുക്കാൻ. നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഓരോ സ്റ്റവിനനുസരിച്ച് ടൈമിങ്ങിൽ ചെറിയ വ്യത്യാസം വരും. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 12 മുതൽ 15 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഇത് സോഫ്റ്റ് ആയിരിക്കും. തണുത്ത് കഴിയുമ്പോഴേ ബിസ്ക്കറ്റിൻ്റെ ഹാർഡ്നെസ്സിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.